എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻ ഡയറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എന്റെ വീഡിയോ സുന്ദരി ചീരയെ പറ്റിയാണ്. അപ്പൊ ചീരകളിലെ സുന്ദരി തന്നെയാണെന്ന് പറയാ. ഈ സുന്ദരി ചീര കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എളുപ്പം പൂ വരൂല. നമുക്ക് കട്ട് ചെയ്ത് എടുക്കുന്നതോറും കുറെ നാള് നമുക്ക് വിളവെടുത്തോണ്ടിരിക്കാം. അപ്പൊ സാധാരണ രീതിയിൽ നമ്മ ചീര കൃഷിയൊക്കെ ചെയ്യണത് മഴ കഴിഞ്ഞിട്ടാണല്ലോ. മഴ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഒരു പ്രാവശ്യം നട്ടാൽ മതി, ഒരുപാട് നാള് വിളവെടുക്കാം. എന്ത് വെച്ചാൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഇതാണ് സുന്ദരി ചീര. കണ്ട പേര് പോലെ തന്നെ കാണാൻ നല്ല സുന്ദരിയായ ചീരയാണ്. കണ്ട നല്ല റോസ് കളറിലെ തണ്ടുകളാണ്. കണ്ട ഇല നല്ല പച്ച കളറും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ഇതിനെ സുന്ദരി ചീര എന്ന് പറയണത്. ഞാനിപ്പോ നട്ടേക്കണേന്ന് വെച്ച് കഴിഞ്ഞാല് വിത്ത് പാകി നേരിട്ട് വിത്ത് പാകി മുളപ്പിച്ച തൈക്കളാണ്. നമ്മ പറിച്ച് നട്ടിട്ടൊന്നുമില്ല. നമ്മ തടമൊക്കെ എടുത്തിട്ട് അടിയിൽ നന്നായിട്ട് ചാണകപ്പൊടിയും കുമ്മായും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മ നട്ടു കൊടുത്തേക്കണത്. പിന്നെ നമ്മ വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇപ്പൊ ചെയ്തിട്ടില്ല. നല്ല വെയിലുള്ള സ്ഥലത്താണ് നട്ടേക്കണത്. പിന്നെ ഒരു 2 ദിവസം, എല്ലാ ദിവസവും നനക്കാറില്ല കേട്ടാ. രണ്ട് ദിവസം കൂടുമ്പോ നനച്ചു കൊടുക്കാറുണ്ട്. വലിയ ഒരു പരിചരണം ഒന്നും വേണ്ട ഈ സുന്ദരി ചീരക്ക്. കാരണം കീടങ്ങളുടെ ശല്യം വളരെ കുറവാണ്. സാധാരണ ചീരക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇലപ്പുള്ളി രോഗം അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരുമ്പോ ഈ സുന്ദരി ചീരക്ക് പൊതുവെ യാതൊരു വിധ രോഗങ്ങളും ഇല്ലാത്തൊരു ചീരയാണ്. നമുക്കിപ്പോ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വേറെ പാടെ പറിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഈ ചീര. കാരണം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. കട്ട് ചെയ്ത് എടുക്കും തോറും ധാരാളം ശാഖകൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് കൂടുതൽ കാലം വിളവെടുക്കാം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ അത്യാവശ്യം നമുക്ക് മഴക്കാലത്തും നമുക്ക് വിളവൊക്കെ കിട്ടി ചീര. നമ്മിപ്പോ ഇങ്ങനെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കടഭാഗം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മഴ പെയ്യുമ്പോഴും നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. മറ്റേ സാധാ ചീര പോലെ ഒന്നല്ല ഇത്. പിന്നെ ഭയങ്കര ടേസ്റ്റ് ഉള്ള ചീര തന്നെയാണ് സുന്ദരി ചീര. നമുക്ക് ഇതിന്റെ വിത്തുകളൊക്കെ മേടിക്കാൻ കിട്ടും. നഴ്സറികളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും നമുക്ക് വിത്തുകളൊക്കെ. അപ്പൊ നമ്മ മറ്റുള്ള ചീരകള് ഇപ്പൊ സാധാരണ നമ്മ ചീര കൃഷി ചെയ്യുമ്പോ നമ്മ ഈ സുന്ദരി ചീരയും കൂടെ നമ്മുടെ കൃഷിയിടത്തിൽ നട്ടുപിടിപ്പിക്കണം. പിന്നെ നമുക്കിതൊരു നല്ല അലങ്കാര ചീരയാണിട്ടിത്. ഇത് കാണാൻ നല്ല ഭംഗിയാണല്ലോ. അപ്പൊ നമ്മുടെ തോട്ടത്തിൽ ഇപ്പൊ അടുക്കള തോട്ടത്തിലായാലും നമ്മുടെ ഗാർഡനിലായാലും ഒക്കെ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയൊരു ചീരയാണ്. ഇതിപ്പോ ആദ്യമായിട്ട് ഇപ്പൊ ഈ ചീര കാണാത്ത ആൾക്കാർക്ക് ഇത് എന്താന്ന് പോലും മനസ്സിലാവില്ല. ഒരു അലങ്കാര ചെടി പോലെയാണ് ഈ ചീര ഇരിക്കണത്. അപ്പൊ അങ്ങനെ നമുക്ക് വെച്ചുപിടിപ്പിക്കാൻ പറ്റിയൊരു ചീരയാണ്. പിന്നെ നമുക്ക് വലിയ പരിചരണം വേണ്ട. ഈ ചീരക്ക് പെട്ടെന്ന് പൂ വരൂല. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ നമുക്ക് ഇതിന് സ്ലറി രൂപത്തിലുള്ള വളങ്ങൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരിക്കലും ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തഴിച്ച് വളരോട്ടാ. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കണ കാരണമാണ്. നമ്മ ഒറ്റയായിട്ട് നടുകയാണെങ്കിലോ ചട്ടിയിലോ ബാഗിലൊക്കെ നമ്മ ഒരു ചീരത്തെ നടുകയാണെങ്കിൽ നന്നായിട്ട് ശാഖകൾ വന്നിട്ട് നന്നായിട്ട് തന്നെ ഉണ്ടാവും. നമുക്ക് ഒരുപാട് കട്ട് ചെയ്ത് എടുക്കാം. ഇതിനെ ചെറിയ ചട്ടിയിൽ നട്ടുപിടിപ്പിച്ച സുന്ദരി ചീരയാണ്. കണ്ട ഇതിപ്പോ നമ്മുടെ ഇപ്പൊ ഗാർഡന്റെ സൈഡിലൊക്കെ ഇതേപോലെ ചെറിയ ചട്ടിയിൽ നമുക്ക് നട്ടു വളർത്താം. അപ്പൊ കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ നമുക്ക് ചീരയായിട്ട് തോരൻ വെക്കാൻ വേണ്ടി അരിഞ്ഞെടുക്കുകയും ചെയ്യാം. നമുക്ക് ഇതേപോലെ ചെറിയ ചട്ടികളിലും ചെറിയ കവറുകളിലൊക്കെ നമുക്ക് വെച്ചുപിടിപ്പിക്കാം ഈ ചീര. അപ്പൊ നമുക്ക് സുന്ദരി ചീര വിളവെടുക്കാട്ടാം. കണ്ട ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് എടുത്താൽ മതി. വീണ്ടും ഇതിന്ന് ഒരുപാട് ശാഖകൾ വരും. നമ്മൾ കടയപ്പാടെ പറിച്ചെടുക്കണ്ട ഈ ചീര. ഇതേപോലെ നമുക്ക് വിളവെടുത്ത് കഴിഞ്ഞാല് പിന്നെ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ വിളവെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലറി രൂപത്തിലുള്ള ഇപ്പൊ ചാണകം കലക്കി ഒഴിക്കുക അല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ നമുക്കൊരു 10 ദിവസം കഴിയുമ്പോൾ വീണ്ടും വിളവെടുക്കാം. അപ്പൊ നമുക്ക് ഇതേപോലെ വിളവെടുത്താൽ മതി. കണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീര ഉണ്ടാ. നമുക്ക് തോരൻ വെക്കാനും കറി വെക്കാനും പരിപ്പിട്ട് കറി വെക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് ഈ ചീരക്ക്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നല്ലൊരു അലങ്കാര ചെടിയായിട്ട് പോലും നട്ട് വളർത്താം. നമ്മ ഇതേപോലുള്ള ചീരകളൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം. ആവശ്യത്തിന് നമുക്ക് വിളവെടുത്താൽ മതി കേട്ടാ. കണ്ട നല്ല ഭംഗിയാണ് ഇതിന്റെ തണ്ടുകളൊക്കെ കാണാനൊക്കെ.
ഇതിപ്പോ നമുക്ക് 2 കറിക്ക് തന്നെ ഉണ്ട്. കാരണം ഈ ചീര ജലാംശം കുറച്ച് കുറവാണ്. അപ്പൊ നമുക്ക് ചീര നമുക്ക് തോരൻ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചീര ഉണ്ടാവും ഇത്. അപ്പൊ നല്ലൊരു വിളവെടുപ്പ് തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ വിത്തുകളൊക്കെ നഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പൊ മറ്റുള്ള ചീര നടണ പോലെ തന്നെ നമ്മുടെ തോട്ടത്തിൽ സുന്ദരി ചീരയും എല്ലാവരും നടണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.